കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രഭാതത്തിൽ തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെ എങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകും. പഴയ നിയമത്തിനകത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് ചെയ്തു വന്നൊരു പ്രക്രിയയാണ് യാഗം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതൊരു ചിന്തയാണ്. രണ്ട്, നമ്മുടെ അന്ന് ഇസ്രായേലിയ സമൂഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും കൂടെയാണ് യാഗം അർപ്പിച്ചിരുന്നത്. എന്നാൽ യാഗം അർപ്പിക്കുന്നതിനകത്ത് വലിയ ചില നിബന്ധനകൾ ന്യായപ്രമാണത്തിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം ഒന്ന്, ഊനമില്ലാത്തതായിരിക്കണം. രണ്ട്, സ്തോത്രം, വിരൂപതയില്ലാത്ത ആടിനെയോ കാളയെയോ മാത്രമേ എന്ത് ചെയ്യാവൂ, സ്തോത്രം, യാഗം അർപ്പിക്കാവൂ എന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. നമുക്കറിയാം, മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം വെച്ചൊരു പ്രമാണമാണ് പെസഹ. ആ പെസഹയ്ക്കും ഒരു നിയമം ഉണ്ടായിരുന്നു. ഒന്ന്, 1 വയസ്സ് പ്രായമുള്ള ആണാടിനെ, അതും ഊനമില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പം ദൈവത്തിന് അർപ്പിക്കുന്ന യാഗവസ്തുവിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഊനമില്ലാത്തതായിരിക്കണം. രണ്ട്, വിരൂപതയില്ലാത്തതായിരിക്കും. എന്ന് പറഞ്ഞാൽ വിരൂപമല്ലാത്ത, ഫ്രഷായ, ഇല്ലെങ്കിൽ കൃത്യമായ സ്തോത്രം, നമുക്ക് നോക്കിയാൽ ഇന്ന മൃഗമാണ്, ഇല്ലെങ്കിൽ ആടാണ്, ഇല്ലെങ്കിൽ കാളയാണെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മൃഗത്തെ മാത്രമേ എന്ത് ചെയ്യാവൂ, യാഗമർപ്പി. വിരൂപതയില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് അംഗവസ്തുക്കളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തതായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന് അർപ്പിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമല്ല, ദൈവത്തിനത് വെറുപ്പെന്നാണ് പറയുന്നത്. അപ്പം പഴയ നിയമത്തിൽ ഒരു മനുഷ്യന് യാഗം അർപ്പിക്കണമെങ്കിൽ യാഗവസ്തു ഊനമില്ലാത്തതായിരിക്കണം. ഒന്ന്, രണ്ട്, വിരൂപമില്ലാത്തതായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന് മഹത്വം, അതരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവന് തിരുവചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനകത്തിന് എന്താ നമ്മൾ തിരിച്ചറിയേണ്ടത്? സ്തോത്രം, ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രയാഗം പോലും ഊനമില്ലാത്തതായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും അത് സ്തോത്രം, നമ്മുടെ സമ്പത്തോ ആരോഗ്യമോ ഇല്ലെങ്കിൽ നമുക്കുള്ളതിന് എന്ത് നമ്മൾ ദാനമായിട്ട് ദൈവസന്നിധിയിൽ വെച്ചാലും അത് എങ്ങനെയുള്ളതായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം. നമ്മുടെ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ കൈയടിച്ച് പാട്ടുപാടി സ്തോത്രം ഹല്ലേലൂയ ആത്മാഭിഷേകത്തോടെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആരോഗ്യത്തെയും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. എങ്ങനെയുമൊക്കെ ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് പോകാമെന്നാരും ചിന്തിക്കരുത്. കർത്താവ് നോക്കുന്നത് ഊനമില്ലാത്ത ആരാധനയാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്തുള്ള താല്പര്യത്തോടുകൂടെ സ്തോത്രം, ഒരു കടമ നിർവഹണമായിട്ടല്ല, പകരം ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഉരുത്തിരിക്കുന്ന താല്പര്യം, ആഗ്രഹം നമ്മുടെ ഉള്ളിനകത്ത് വെളിപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുമാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്ന എല്ലാം ഊനമില്ലാത്തതായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും ദൈവിക പദ്ധതി പ്രകാരം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഊനമില്ലാത്തത് ദൈവത്തിന് അർപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാണ്. കർത്താവെ, തിരുവചനം പറയുന്നത് പോലെ കർത്താവെ, സ്തോത്രം, ഉദാസീനതയോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനും തിരുവചനം പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ള ഊനമില്ലാത്ത ആരാധനയായി ആരോഗ്യവും ബലവും ശക്തിയും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അതിനായിട്ട് അവിടുന്ന് ദൈവം ഒരുക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.